1.5 കോടി രൂപ ഉപയോഗിച്ച് BJP സർക്കാർ ഒരു സ്കൂൾ പണിതു. ആ സ്കൂളിന്റെ ക്ലാസ് റൂമിലെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കാണുക. എന്നിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ വീണ്ടും പറയണം BJP കറപ്റ്റഡ് അല്ല എന്ന്. നമുക്കത് കാണാം. അതിനു മുമ്പ് യോഗിജി എന്തോ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. आज ये कह रहे हैं कि हम स्कूलों का वीडियो बनाएंगे। जरूर बनाओ भाई। हमने तो ऑपरेशन कायाकल्प के माध्यम से हर स्कूल के अच्छी फ्लोरिंग बनवाने में योगदान किया है। बालक और बालिकाओं के लिए अलग अलग टॉयलेट बनवाए हैं, पेयजल की व्यवस्था दी है, स्मार्ट क्लास और डिजिटल लाइब्रेरी वहां दी है, फर्नीचर देने के कार्य किए गए हैं। हर बच्चे को 1,60,00,000 बच्चे के लिए बैग भी दिया है, बुक्स भी दिया है, 2 यूनिफॉर्म प्रत्येक बच्चे को, जूता मोजा स्वेटर, ये सारी सुविधाएं उपलब्ध करवा रहे हैं। सवाल ये 17 के पहले क्या था? 17 के पहले न भवन थे, और भवन था तो शिक्षक नहीं था, शिक्षक नहीं था शिक्षक है तो छात्र नहीं थे, अगर छात्र भी है शिक्षक भी है तो आधे बच्चे सत्र पूरा होने के पहले ही छोड़ करके चले जाते थे, क्योंकि पेयजल की व्यवस्था नहीं थी, टॉयलेट नहीं थे। കേട്ടില്ലേ? യോഗിജി ഇവിടെ പറഞ്ഞിട്ടുള്ളത് CJP ഒരു ക്യാമ്പയിൻ, സ്കൂൾ ക്യാമ്പയിൻ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യോഗിജി, അതായത് ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷൻ ക്യാകൽപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് കമ്പയർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് യോഗി പറഞ്ഞിട്ടുള്ളത്, ഇന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടു, അതായത് സ്കൂളുകളൊക്കെ വീഡിയോ എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യം. ഓക്കെ, അവരത് ചെയ്യണമെന്നാണ് പറയുന്നത് യോഗിജി പറഞ്ഞു അത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. കാരണം ത്രൂ ഓപ്പറേഷൻ ക്യാഗൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിലൂടെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്കൂളുകളും നോട്ടച്ച് എല്ലാ സ്കൂളും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒക്കെ ഫ്ലോർ നല്ല രീതിയിൽ നമ്മൾ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ വി ബിൽഡ് ടോയ്ലറ്റ്സ്, അതായത് ഗേൾസിന് വേറെ ബോയ്സിന് വേറെ ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, കുടിവെള്ളം സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂം, ഡിജിറ്റൽ ലൈബ്രറീസ്, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് യോഗി അതിനുശേഷം പറഞ്ഞത് 1.6 crore 1.6 കോടി കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂൾ ബാഗ്, ബുക്സ്, അതുപോലെ 2 ജോഡി യൂണിഫോം ഓരോ സ്റ്റുഡൻസിനും, ഷൂ, ഷോക്സ്, അതുപോലെ സ്വെറ്റേഴ്സ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം യോഗിജി പറഞ്ഞത്, ചോദ്യം എന്ന് പറയുന്നത് 2017 മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇവിടെ 2017 മുമ്പ് ഇവിടെ സ്കൂളുകളില്ല, സ്കൂൾ ബിൽഡിങ്സ് ഇല്ല. അതുപോലെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ടീച്ചേഴ്സ് ഇല്ല. ഇനി ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ കുട്ടികളില്ല. ഇനി കുട്ടികളും ടീച്ചേഴ്സും അവിടെ ഉണ്ടെങ്കിലും പകുതി ആ ഒരു ഇയറിന്റെ പകുതി ആകുമ്പോഴേക്കും പകുതി കുട്ടികൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം അവിടെ വെള്ളമില്ല, ടോയ്ലറ്റ് ഇല്ല, ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവിടുന്ന് പിരിഞ്ഞു പോകുമെന്നാണ് യോഗിജി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്റെ പൊന്നു യോഗിജി, ഞാൻ 1-2 വീഡിയോ വെച്ച് തരാം. ഇത് ഇപ്പോൾ 2 ദിവസം മുമ്പ് ലക്നൌവിൽ UP നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടില്ലേ, കുട്ടികൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. അതായത് അവരുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഇല്ല, അത് വേക്കന്റ് ആണ്, അത് ഉടൻ തന്നെ എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നടത്തിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. ഇത് മാത്രമല്ല, ഒരു വീഡിയോ കൂടി കാണാം. കണ്ടില്ലേ, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തതാണ്. അതായത് വെള്ളത്തിൽ എന്തോ 1-2 പീസ് ഇട്ടിട്ട് അതങ്ങ് കലക്കിയിട്ടങ്ങ് കൊടുത്തു. അതാണ് ഉത്തർപ്രദേശിലെ ഉച്ച ഭക്ഷണം. അങ്ങനെ ഓരോന്നായി നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ബിൽഡിങ്ങിന്റെ കാര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തതിൽ തന്നെ ഒരുപാട് ഉത്തർപ്രദേശിലെ സ്കൂളിന്റെ അവസ്ഥ ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ തന്നെ
ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ട് ജെമിനി പറഞ്ഞിട്ടുണ്ട്, അതായത് ടീച്ചർ ഷോർട്ടേജിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു. ഓക്കെ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇതിലാണെങ്കിൽ സ്റ്റുഡൻസ് തന്നെ പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് സ്റ്റുഡൻസ്. അതുപോലെ കമ്പ്യൂട്ടർ ഫെസിലിറ്റി സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഇല്ലാണ്ട് കുട്ടികൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ അഡീക്വേറ്റ് ആയിട്ട് അവിടെ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് അതിന്റെ പേരിലും, അതായത് കാർഡും ഇതൊക്കെ ആയിട്ടും, അതുപോലെ വേസ്റ്റ് ആയിട്ട്, അതുപോലെ ചില സ്കൂളുകളിൽ നമ്മൾ ചില വീഡിയോസ്, അതായത് കഴിഞ്ഞ വർഷം വരെ കണ്ടതാണ്. അതായത് ഒരു സ്കൂളിൽ ടീച്ചർ കുട്ടികളെ കൊണ്ട് പേൻ നോക്കിക്കലാണ്, തല നോക്കിക്കുന്നു. വേറെ ഒന്ന് കണ്ടിട്ടുള്ളത്, കുട്ടികൾ അവിടെ ഇരിക്കുന്നു, ടീച്ചേഴ്സ് കിടന്നുറങ്ങുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ യോഗി ആദിത്യനാഥ് പറയുന്ന അതേ യുപിയിലുള്ള കണ്ടിട്ടുള്ള അവസ്ഥയാണ്. ഓക്കെ, അതുപോലെ ഇപ്പോഴത്തെ റീസെന്റ് പ്രൊട്ടസ്റ്റ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ലക്നൌവിലും ഉനയിലും നടന്നിട്ടുണ്ട് ഈ സംഭവം. അതായത് പുവർ ഫുഡ് ക്വാളിറ്റിന്റെ ഇഷ്യൂ, അതുപോലെ വാട്ടർ അവൈലബിലിറ്റി, അതിലും പ്രശ്നമുണ്ട്. അതുപോലെ സ്റ്റാഫ് ഷോർട്ടേജ്, ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ യു പിയിൽ നടക്കുന്നുണ്ട്. എന്നിട്ടാണ് യോഗി ആദിത്യനാഥ് ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. യു പിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിലും യോഗി ആദിത്യനാഥ് ജെൻസിയെ കൂടുതലായി പരിഗണിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതായത് യു പിയിൽ ജെൻസി യുവാക്കളെ ഗോസംരക്ഷകരാക്കാൻ പദ്ധതിയുമായി യോഗി സർക്കാർ പരിശീലനം നേടുന്നവർ ഗ്രാമങ്ങളിലെത്തി മറ്റുള്ളവരെ പരിശീലിപ്പിക്കുക. ഇതാണ് യോഗിജിയുടെ പുതിയ പരിപാടി. അതായത് ജെൻസിയെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടും. എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട. യോഗി ആദിത്യനാഥ് അതുപോലെ മറ്റു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും, അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് കുട്ടികളെ കൊണ്ട് ഒരു 10ാം ക്ലാസ് എങ്കിലും ഒന്ന് ജയിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം യോഗി ആദിത്യനാഥ് 2017 ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം, അതായത് യോഗി ആദിത്യനാഥിന്റെ സ്റ്റാർട്ടിങ്ങിന് ശേഷം ഏകദേശം 29,000 സ്കൂളുകൾ അവിടെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് പറഞ്ഞത് അതൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല, അതൊക്കെ മെർജ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നാണ്. പക്ഷേ പല സ്കൂളുകളും മെർജ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നുണ്ട്. ഒന്നെങ്കിൽ ദൂരം കൂടുതലായിട്ട്, അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഒരുപാട്. ഇപ്പോൾ കണക്കുകൾ പ്രകാരം ഏകദേശം 2 വർഷത്തിന്റെ ഉള്ളിലായിട്ട് 7 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസം മതിയാക്കിയിട്ട് പോയിട്ടുണ്ട്. എവിടുന്ന്? UP മാത്രമാണ് ഈ 7 ലക്ഷം പേര് കേട്ടോ. ഓക്കെ, 7 ലക്ഷം സ്റ്റുഡൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവിടെ ഗോസംരക്ഷണവും കാര്യങ്ങളൊക്കെയാണ് യോഗി ആദിത്യനാഥ് പ്രൈമറി ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അതായത് സ്റ്റഡീസിനല്ല, എഡ്യൂക്കേഷനല്ല. ഇനി നമുക്ക് ബീഹാറിലോട്ടേക്ക് പോവാം. അവിടെ ഒരു സ്കൂള് പണിതിട്ടുണ്ടായിരുന്നു, അതായത് 1.57 crore. നമുക്കതൊന്ന് കാണാം. ये नितिन नवीन जी का बोर्ड भी इधर लगा हुआ है, विकास का जो काम किया गया है उसका एक बार लागत भी देख लीजिए। इसका 1,57,12,622 रुपया, और 1 करोड़ रुपया खर्च होने के बाद 1.5 करोड़ रुपया खर्च होने के बाद स्थिति कैसी है तो ये आप देख लीजिए। ये क्लासरूम है, 1.5 करोड़ का क्लासरूम। കണ്ടല്ലോ അതിന്റെ അവസ്ഥ. അതായത് നിതിൻ നബീൻ ജി ആണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, അതായത് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഏകദേശം അതായത് 1,57,12,622 രൂപ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. ഈ വോയിസ് ഓവർ പറയുന്ന ആള് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആഫ്റ്റർ സ്പെൻഡിങ് ഇത്രയും രൂപ, അതായത് 1.5 കോടി രൂപ ചെലവിട്ടിട്ടും എന്താണ് കണ്ടീഷൻ കണ്ടില്ലേ, ക്ലാസ് റൂമിന്റെ അവസ്ഥ കണ്ടില്ലേ എന്നാണ് പറഞ്ഞത്. ഇവര് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അതായത് 1.5 crore rupees ക്ലാസ് റൂമിനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല. ആ ഒരു ബോർഡ്, അതിൽ കാണിച്ചിട്ടുള്ള ആ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. ബീഹാർ ഗവൺമെന്റ് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീ നിതിൻ നബിൻ ആണ്, ഹോണറബിൾ മിനിസ്റ്റർ, റോഡ് കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ ഇത് സ്കീം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സമഗ്ര ഷഹരി വികാസ് യോജനയാണ്. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബീഹാർ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. പ്രൊജക്ട് നെയിം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾ ബിൽഡിംഗ് അറ്റ് ഷഹീദ് റാം ഗോവിന്ദ് സിംഗ് ഹൈ സ്കൂൾ. ഓക്കെ, നമ്പർ 13. ഓക്കെ, വാർഡ് നമ്പർ 13. സാങ്ഷൻ ഓർ പ്രൊജക്ട് എമൗണ്ട് എന്ന് പറയുന്നത് 1,57,12,622 രൂപ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ടോട്ടൽ. അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ക്ലാസ് റൂമിനല്ല, ആ സ്കൂൾ ബിൽഡിംഗിൽ തന്നെ ഉള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ 1.5 കോടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളിന്റെ ക്ലാസ് റൂമിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതായത് ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന്റെ ആ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇത് ബീഹാറിലെ ഒരുപാട് സ്കൂളിന്റെ അവസ്ഥയ്ക്ക് തന്നെയാണ്. ബീഹാറിൽ മാത്രമല്ല, മധ്യപ്രദേശിൽ നിന്ന് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്കൂളിന്റെ അവസ്ഥ കാണിച്ചിട്ട്. അത്രയും പരിതാപകരമാണ് അവിടുത്തെ സ്കൂളിന്റെ അവസ്ഥ.
ഒരുപാട് സ്റ്റേറ്റിലെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു ക്യാമ്പയിൻ ആക്കിയിട്ടാണ് CJP ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടാണ് CJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജസ്ഥാൻ അതിന്റെ ഇടയിൽ അവിടെ ഒരു ബ്ലോക്ക് ഇട്ടു. അതായത് ഒരു സ്കൂളിലും പോയിട്ട് ആർക്കും വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന്. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റും ഉടൻ തന്നെ അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കും. അപ്പോൾ യോഗി ആദിത്യനാഥ് ഇവിടെ പറഞ്ഞുള്ളത് നിങ്ങൾ വീഡിയോ എടുക്കുക എന്നാണ് പറഞ്ഞുള്ളത്. അതിന് എത്ര ദിവസം വരെ വീഡിയോ എടുത്തോ എന്ന് പറയുമെന്നറിയില്ല. കാരണം സത്യങ്ങൾ ഓരോന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയ്യോ എടുക്കല്ലേ എന്നും പറഞ്ഞിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫോക്കസ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ കാര്യം തന്നെ നോക്കിയാൽ ഞാൻ പറഞ്ഞു, ജെൻസി യുവാക്കളെ ഗോസംരക്ഷകരാക്കാൻ ഉള്ള പദ്ധതിയാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇവരുടെ ഫോക്കസ് എന്താണ്? നമ്മളുടെ ഫ്യൂച്ചർ, ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തലമുറയാണ്, വരുന്ന തലമുറ. അവർക്ക് കൃത്യമായ രീതിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിന് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറാണ്, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള ബേസിക് എൻവിറോൺമെന്റും ബേസിക് ഫെസിലിറ്റീസുമാണ് വേണ്ടത്. അതാണ് നമ്മളെ സർക്കാർ കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ത്യയിലെ പല സ്കൂളുകൾക്കും, അതായത് ഏകദേശം ഒരു 70% സ്കൂളുകൾക്കും ഈ പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. അതായത് ഗവൺമെന്റ് സ്കൂളിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഒട്ടനവധി കുട്ടികൾ സ്കൂളുകൾ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും അല്ലെങ്കിൽ 5ാം ക്ലാസ്സും ഒക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂൾ വിദ്യാഭ്യാസം മതിയാക്കി പോകുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് സ്കൂളിന്റെ കണ്ടീഷൻ തന്നെയാണ്. ബേസിക് ഫെസിലിറ്റീസ് ഇല്ല. അതായത് ഗേൾസ് കൂടുതലും ഈ സ്കൂള് മതിയാക്കിയിട്ട് പോകാനുള്ള കാരണം ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് അവിടെ. അതുകൊണ്ട് അവർ നിർത്തിപ്പോകും. അതുപോലെ ബേസിക് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ല. പിന്നെ എന്തിന് സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സ് ഇല്ലാണ്ട്? അതുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അവിടെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് പോകുന്നത്? ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും അവിടെ പഠിപ്പിക്കണം, കുട്ടികൾക്ക് അറിവ് കൊടുക്കണം. പക്ഷേ ഇവിടെ ചില സ്കൂളിലൊക്കെ ടീച്ചർ കുട്ടികളെ കൊണ്ട് മുറ്റം പഠിപ്പിക്കുക, തല നോക്കി കൊടുക്കുക, പാനിന് എടുത്തു കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ കുട്ടികൾ പോയിട്ടെന്നാണ് കാര്യം? രക്ഷിതാക്കൾ ചിന്തിക്കും, സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ പല റീസൺസും. അതുപോലെ മറ്റൊരു റീസൺ ആണ് ഫാമിലി ഇഷ്യൂസ്, അതായത് ഫിനാൻഷ്യൽ പ്രശ്നം. ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ ജോലിക്കൊക്കെ വിട്ടിട്ട് ജീവിക്കുന്ന ജനങ്ങളുമുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ അതും ഒരു റീസൺ തന്നെയാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള പ്രൈമറി റീസൺ എന്ന് പറയുന്നത് സ്കൂളിന്റെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എപ്പം പരിഹരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ CJP ഒരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങാൻ നോക്കുന്നത്. പക്ഷേ അതിനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.